നോ 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 പ്രഭാത്, ഒറ്റ സോങ് കൊണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അല്ലേ, നമുക്ക് ഒരു സോങ് കൂടെ വേണ്ടേ? പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിത, ചിരിമണിമാല കോർത്തിത, നിറയുകയായി മനം സ്വയം. പോയിടാം കാണാത്ത ദൂരങ്ങളിൽ, രണ്ടോമ ചായം തൊടും മേഘമായി പുതിയൊരു നിറവിൽ ചേക്കേറിടാം. മഞ്ഞാർന്ന പൂങ്കൊമ്പിലായി നോവോർമ്മ മാഞ്ഞിടുമാ ശ്വാസമാ. സത്യം പറഞ്ഞാൽ കൃമി, ഈ പ്രഭാതിന് നല്ല സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. കാണാൻ വലിയ ഗുമ്മൊന്നുമില്ല അല്ലേ? ക്യൂട്ടല്ലേ കാണാൻ? ശബ്ദം പോലെ തന്നെ സുന്ദരൻ. എന്താ മോളെ, ലബ്ബാണോ? പൊടി, തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ലവി, പ്രഭാതിന് വല്ല ചുറ്റികളി കാണുമോ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കലാകാരന്മാര് പൊതുവെ കുറച്ച് ദുശീലങ്ങൾ ഉള്ളവരാണെന്ന്. സോ തണ്ണി പെണ്ണ് ഒക്കെ ഇവരുടെ വീക്ക്നെസ് ആകും. പിന്നെ 100 പേരെടുത്ത 10 പേര് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അടച്ചു പറയാൻ പറ്റുമോ? ഞാൻ നോക്കിയിട്ട് ആളൊരു ജെന്റിൽമാൻ ആകാനാ ചാൻസ്. ആളുടെ കൂടെ പെൺപിള്ളാരെ ഒന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇടിയവൻ മാസത്തിൽ എത്ര തവണ കോളേജിൽ വരുന്നുണ്ട്. മിക്കവാറും പ്രോഗ്രാം, കോമ്പറ്റീഷൻ, ജഡ്ജിങ് എന്നൊക്കെ പറഞ്ഞു പോക്ക. 10 ദിവസത്തേക്ക് ഒരു മാസം വന്നാലായി. അങ്ങനെ വരുന്ന ഒരുത്തിന് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ കുറവാകാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ആൾക്ക് ഇവിടെ നെഗറ്റീവ് ആകാൻ താല്പര്യമില്ലായിരിക്കും. കോളേജിന് വെളിയിൽ ഇവൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും അവന് ഒരു പെണ്ണെങ്കിലും ഇല്ലാതിരിക്കില്ല. ഒന്നേ കാണത്തോളോന്നാ എന്റെ ഡൗട്ട്. അറിയാത്തതൊന്നും ഒരാളെ കുറിച്ച് പറയരുത്. നീ പറഞ്ഞ പോലെ അല്ലെങ്കിലോ? അല്ലെങ്കിൽ എനിക്കോ നിനക്കോ പ്രയോജനമുണ്ടോ? പിന്നെന്താ? എന്നാലും ഒന്ന് പോയേടി കൃമി. നിന്റെ വിഷമം കണ്ടാ തോന്നും അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. എന്നാൽ നിന്റെ തല ഞാൻ തല്ലി പൊളിച്ചേനെ ഈ വർത്തമാനത്തിന്. നീ എന്താ ദിവാസ്വപ്നം കാണുന്നേ? ഞാനൊന്നും കണ്ടില്ല, ക്യാൻറ്റീനിൽ പോയാലോ എന്ന് ആലോചിച്ചതാ. ഗുഡ്, അങ്ങനെ ഉപകാരമുള്ളത് മൊഴി. നീ എന്തിനാ പശു ചാണകിടുന്ന പോലെ എക്സ്പ്രഷൻ ഇടുന്നേ? ചൂട് പഴംപൊരി എടുത്ത് വാലോട്ടിട്ട് നോക്കും. അപ്പോൾ അറിയാം മോളുടെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ വരുന്നത്. കിഡ്നി വരെ പൊള്ളിപ്പോയി. പൊള്ളുന്ന ചൂട് ഞാൻ അടുപ്പിന് നേരെ എടുത്തയാണോ? നീ കൂൾട്ടി ഒന്നും അല്ലല്ലോ പറഞ്ഞേ. കിട്ടിയവിടെ അണ്ണാക്കി തള്ളാൻ ആരെങ്കിലും പറഞ്ഞു? എടി കൃമി, പറയാൻ അറിയാൻ മേലാത്തോണ്ടല്ല, വാക്കുകൾ വരെ വെന്തുപോയി. ആറ് മാസം കൂടി കഴിഞ്ഞാൽ MBA കാരാ നമ്മള്. ഹയർ സെക്കൻഡറി സയൻസ് ഗ്രൂപ്പ്, ഡിഗ്രി ഇംഗ്ലീഷ്, ഇപ്പോൾ MBA. എനിക്ക് വയ്യ എന്തോ. ഇങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ ചെയ്യാൻ കുറച്ചധികം തന്നെ ധൈര്യം വേണം. ഇനി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കാണെങ്കിൽ ഒരു ഉത്തരവില്ല. നിനക്കോടി? എന്ത് ഹാ? പ്രഭാത്, നീ ഇപ്പോഴാണോ കാണുന്നേ? ഞാൻ ക്യാൻറ്റീനിൽ കയറിയപ്പോഴേ കണ്ടതാണല്ലോ. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നീ എന്നിട്ടെന്താ എന്നെ കാണിക്കാഞ്ഞത്? പിന്നെ അവനാര്? എടി, ഒന്നാമത് അവന് ജാടയാ. ഇനി നമ്മൾ ഇവനെയൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ തീർന്ന്. പിന്നെ അവന്റെ ഷോയും കൂടെ കാണണം. നിനക്കെന്താ പ്രഭാതിനോട് ഇത്ര ദേഷ്യം? അവൻ നിന്നെ പിടിച്ച് കടിച്ചോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. എനിക്ക് അവന്റെ പാട്ട് ഇഷ്ടാ, നല്ല സൗണ്ടാ എന്നും പറഞ്ഞു അവൻ എന്റെ തല കയറ്റി നടക്കണം. പിന്നെ ഈ ഫെയിം ഉള്ളവരെ താങ്ങി നടക്കുന്നത് എനിക്ക് വേണ്ടേ ഇഷ്ടമല്ല. സത്യം പറയാലോ ഹൃദയ, എന്തോ എനിക്ക് അവനെ കൊണ്ട് പിടിക്കുന്നില്ല. കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു.
എന്താടി? ഞാൻ പ്രഭാതിനെ നോക്കിയതും പ്രഭാത് എന്നെ നോക്കി. അതിലിപ്പോഴെന്താ? എടി അങ്ങനെയല്ല, നോക്കി അതേ സെക്കൻഡ് ഞങ്ങൾ രണ്ടുപേരും നോട്ടം മാറ്റി. നിനക്കേ ആരാധന മൂത്തിരിക്കുക, അതാ. എടി കൃമി, നമുക്ക് ഈ സൺഡേ ഒരു മൂവിക്ക് പോയാലോ? നോ വേ, വാർഡൻ കെട്ടി തൂക്കും മോളെ. അതിന് അവരെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കുന്നേ? ബോധിപ്പിക്കാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ? ബോധിപ്പിക്കാൻ ഈ റീസൺ തന്നെ പറയണമെന്നുണ്ടോ? നമുക്ക് അമ്പലത്തിൽ പോകുവാണെന്ന് പറഞ്ഞാ പോരെ? അമ്പലത്തിൽ പോകാൻ അത്രയും സമയം വേണോ? പൊട്ടി, കുറച്ച് ദൂരെയുള്ള അമ്പലം പറയാം. അടുത്തുള്ള അമ്പലത്തിൽ പോയാൽ പോരെന്ന് ചോദിച്ച സിമ്പിൾ, നേർച്ച ഉണ്ടെന്ന് പറയാം. വേണോ? എന്റെ പൊന്നു നൃത്യ, കോഴ്സ് തീരാറായി. എന്ന് തൊട്ട് ഒരു മൂവി കാണാൻ ഞാൻ നിന്നെ വിളിക്കുക, നീ എന്തെങ്കിലും ന്യായം പറഞ്ഞു മുടക്കും. എന്റെ കൂടെ ക്യാമ്പസിൽ വാചകൊടിച്ച് നടന്നു എന്നല്ലാതെ നീ ക്യാമ്പസ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും വി ആർ ഡൂയിങ് MBA. സോ വാട്ട്? നത്തിങ് ഗിവ് us opportunity to enjoy. We have to find it. കള്ളം പറഞ്ഞ് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു മഹാഭാരത യുദ്ധമൊന്നുമല്ലല്ലോ, ഒരു മൂവി. നീ കൂടുതൽ ചിന്തിക്കുന്നതേ അപകടം. വി ആർ ഗോയിങ്, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി ഡിസ്കഷൻ. എന്തെങ്കിലും കുറിക്കാനും വാങ്ങിക്കായിരുന്നു അല്ലേ? എടി കൃമി, നിന്നെ കണ്ടാൽ ഏതാണ്ട് വലിയ കുറ്റം ചെയ്തിട്ട് ഒളിച്ചു വന്നിരിക്കുവാണെന്ന് തോന്നുമല്ലോ. നമ്മളെ അറിയാവുന്ന ആരെങ്കിലും കണ്ടാൽ ഇപ്പോൾ എന്താ? അവരെ പോലെ നമ്മളെ സിനിമ കാണാനല്ലേ വന്നത്. എടി, ഞാൻ ലാവണ്യ, നീ ഹൃദ്യ. വി ആർ നോട്ട് അഭിഹിതം ഇങ്ങനെ പേടിക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാ. അത് ശീലമായിക്കോളും. നീ ഇപ്പോൾ മനസ്സമാധാനത്തോടെ മൂവിയാണ്. ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയില്ലേ? ഇത്രേ ഉള്ളൂ. മൂവി കഴിഞ്ഞ് എനിക്കിവിടെ അറിയാവുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, സൂപ്പർ ബിരിയാണി കിട്ടും. അതിവിടെ തട്ടിയിട്ട് നമുക്ക് പോകാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവും. നിന്നെ ആ വാർഡൻ വെടിവെച്ച് വീഴ്ത്തും. പൊടി. പോപ്കോൺ? നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കേ. എന്താടി? പ്രഭാത്. നിനക്ക് നാഴികയ്ക്ക് 40 വട്ടം ആ പേരേ ഉള്ളോ പറയാൻ? എടി പ്രഭാത്, നമ്മൾ ഇരിക്കുന്ന വരിയിൽ എന്റെ ലെഫ്റ്റ് സൈഡ് നോക്ക്. ഈ സാധനം ഉണ്ടായിരുന്നോ? ഈ ചെറുക്കൻ എന്തിനാ ഇവിടെ വന്നേ? സിനിമ കാണാൻ, അല്ലാതെ എന്തിനാ? പോടി, നിന്നോട് ഞാൻ പറഞ്ഞതാ വേണ്ട എന്ന്. ഇപ്പോൾ കണ്ടില്ലേ? പ്രഭാത് എങ്ങാണ് നമ്മളെ കണ്ടാൽ എന്താ? എക്സ്ക്യൂസ് മീ, നമുക്കേ അവനെ അറിയൂ, അവന് നമ്മളെ അറിയില്ല മോളെ. സോ പ്ലീസ്, നിന്റെ ഓവർ ആക്ഷൻസ് ഒന്ന് സൈഡ് ആക്ക്. ഇപ്പോൾ ഇന്റർവെൽ കഴിയും. ശരിയാണല്ലോ. പ്രഭാതിന് ഇനി ഞങ്ങളെ മനസ്സിലായി കാണും. അല്ലെങ്കിൽ ലവി പറഞ്ഞ പോലെ ആളൊരു ഫ്ലോട്ടായിരിക്കോ? കൃമി, നിനക്കെന്താ തോന്നുന്നേ? ശരിക്കും നായകൻ ചെയ്തത് റൈറ്റ് ആണോ? നായകനാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാമോ? എടി, മലയാളിയായ ഒരാൾക്ക് പ്രഭാത് എന്നൊരു പേര് നീ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നേ. ഞാൻ എന്താ ചോദിച്ചേ, നീ എന്താ പറയുന്നേ? ഇപ്പോൾ അവരെ എടുത്തിടാൻ കാര്യം? പെട്ടെന്ന് ആ പേര് ഓർമ്മ വന്നപ്പോൾ. അല്ല, നീ എന്താ ചോദിച്ചേ? വില്ലൻ മൊഞ്ചനായിരുന്നില്ലേന്ന്. എനിക്കത്ര തോന്നിയില്ല. പ്രഭാതാവും നിനക്ക് മൊഞ്ചൻ അല്ലേ? ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. എന്റെ പെണ്ണ നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഫുഡ് വന്ന് കഴിക്ക്. ബിരിയാണി. എടി, ഇത് ഇവിടെയും പ്രഭാതം. നമ്മൾ എവിടെ പോയാലും ഇവരും ഉണ്ടല്ലോ.
എടി പൊട്ടിക്കാളി, നിനക്ക് ഈ റെസ്റ്റോറന്റ് അറിയില്ല എന്ന് വെച്ച്? ദിസ് ഇസ് എ ഫേമസ് വൺ. സിനിമയ്ക്ക് വരുന്നവർ മിക്കവരും ഇവിടെയും വരാറുണ്ട്. സോ ഇറ്റ്സ് നത്തിങ് അൺയൂഷ്വൽ. पहली ही नजर में कुछ हम कुछ तुम हो जाते हैं यूं नैनों से बरसे रिमझिम हम पे प्यार का सावन. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് അൺയൂഷ്വൽ ആയിരിക്കില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ടേബിളിലോട്ട് നോക്കുന്നത് ഇവളോട് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരിയാകും. മിണ്ടാതിരുന്ന് കഴിക്കുന്നതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഈ ബീച്ച് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നേ. വയറ് നിറച്ച് കഴിച്ചിട്ട് ഒന്ന് കടൽക്കാറ്റടിച്ചില്ലെങ്കിൽ എന്ത് സുഖം മോളെ. വാർഡൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ തന്നെ മറുപടി കൊടുത്തേക്കണം. ഐ വിൽ കുട്ട. परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब എടില്ലേ, നിന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലടി, എന്താണോ ഉണ്ടോ. സത്യം പറയാലോ, എന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്താൽ കണ്ണും പൂട്ടി ഞാൻ യെസ് പറയും. അത്രയ്ക്ക് ദാരിദ്ര്യ മോളെ. അപ്പോൾ ആരാ, എന്താ, എങ്ങനെയുള്ള ആളാ, ഇതൊന്നും നിനക്ക് വിഷയമല്ലേ? അടുത്തിടപെടാൻ ചാൻസ് കിട്ടിയാലല്ലേ ആളെ അറിയാൻ പറ്റൂ. സോ പ്രപ്പോസ് ചെയ്താൽ യെസ് പറയും. പിന്നെ എനിക്ക് പറ്റുന്ന ആളാണെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമാക്കും, ഇല്ലെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കും. നിന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ചെയ്താൽ അറിയില്ല, അതേപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഹലോ ബ്രദർ, ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഹേയ്, നിക്കടാ അവിടെ, കള്ളൻ. ഹെൽപ്പ്. जी करता है साजना दिल में तुमको बिठा लूं. आ मस्ती की रात में तुमको अपना बना लूं. हम दोनों की താങ്ക് യു. ഫോട്ടോയൊക്കെ എടുക്കാൻ കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണ്ടേ? എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറാൻ ടൈമായി കാണില്ലേ? ഞങ്ങളെ അറിയുമോ? നമ്മൾ സെയിം കോളേജിലല്ലേ, അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കോളേജിലുള്ള എല്ലാവരെയും അറിയൂ. ഓക്കെ പ്രഭാത്, താങ്ക് യു ആൻഡ് സീ യു ലേറ്റർ. പേര് പറഞ്ഞില്ല. ഹൃദ്യ, ഇവള് ലാവണ്യ. ഓക്കെ ബൈ. तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर. कब से हूँ मैं